ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ ഇന്നും തെരച്ചിൽ തുടരും. 13ാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. KV ബൈജു തന്നെ നമുക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നിർണായകമായ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 13ാം പോയിന്റിലാണ് തെരച്ചിൽ നടക്കുക. അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരച്ചിലിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അസ്ഥി ഭാഗങ്ങൾ, ഒരു പൂർണ്ണ മനുഷ്യാസ്ഥിയൊക്കെ ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വന്നിട്ടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ, ബൈജു? ആര്യ, ഇന്ന് ഏറ്റവും പ്രധാനമാണ് ധർമ്മസ്ഥലയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട്. കാരണം ഏറ്റവും അവസാനമായി ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള, ഒന്നാം ഘട്ടത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള 13ാം പോയിന്റിലാണ് ഇന്ന് പരിശോധന. ഇവിടെ നിന്നും എന്ത് വസ്തുക്കൾ, എത്രത്തോളം ഈ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു, അത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിന് മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ച്. അതാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്നുള്ള നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ഇതിനിടയിൽ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ നേരത്തെ ഒരു ദുരനുഭവം നേരിട്ട ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. മലയാളിയാണ്. കാസർഗോഡ് നാട്ടക്കൽ സ്വദേശിയായ ശ്രീനിവാസനാണ് ചേരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും, അതായത് ഭാര്യയും ഭാര്യയുടെ അനുജത്തിയും ഈ ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം, അവിടെ ഇത്തരത്തിൽ സിനിമ സംഭവം നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ന്യൂസ് 8നോടൊപ്പം. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ സംഭവിച്ചത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ തോന്നിട്ട് അമ്പലത്തിൻ്റെ ലോഡ്ജിൻ്റെ പേര് ഓർക്കുന്നില്ല, സാക്കിയതാന്ന് തോന്നുന്നു. അവിടെ ഇത് റൂം എടുത്തിട്ട് രാത്രി നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഏതാണ്ട് ഒരു 2 മണി നേരത്ത് ഞങ്ങൾ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഇത് പുറത്തുനിന്ന് ആ ബാതിൽ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. ആ സമയത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഡോറിൻ്റെ മേൽവശത്തായിട്ട് ഒരു വെന്റിലേറ്റർ പോലുള്ള സാധനം. അപ്പോൾ ഡോറിന് ചവിട്ടി കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള കതവിനെ തുറക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ആ സംവിധാനത്തിൽ പുറത്തുനിന്ന് ആരോ ഒരു വ്യക്തി അടിക്കുന്ന ചൂല് പോലത്തെ സാധനം കൊണ്ട് ഇതിനെ തട്ടി തെറിപ്പിച്ചിട്ട് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടക്കുന്ന. ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഉള്ളിലോട്ട് ഈ വെന്റിലേറ്ററിൻ്റെ മുകളിൽ കൂടിയിട്ട് വന്നിട്ട് ഈ കതവിനെ തച്ച് തെറിപ്പിക്കുന്ന ഒരു ശ്രമം എനിക്ക് കാണുന്നു, ഇങ്ങനെ ഉറക്കം കണ്ണിൽ ഉണർന്നിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അലർട്ടായി, ആരടാന്ന് അത്രയേ ചോദിച്ചിട്ടുള്ളൂ. ആരടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈ പുറത്തോട്ട് പോയി സ്റ്റോപ്പായി. ആൾക്കാർ ഓടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഓടുന്ന സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ കുറേ ഇങ്ങനെ ഈ ഞെട്ടലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ പുറത്ത് വാതിലെടുത്ത് നോക്കുമ്പോൾ ആളില്ലായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ള എൻ്റെ ഒന്നിച്ച് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ താമസിച്ച് അവിടെ റൂം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ചത് ചിലപ്പോൾ സ്വർണമോ പണമോ തട്ടിയെടുക്കാനുള്ള ശ്രമമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ആടെ നടക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒന്നുമല്ല. എൻ്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടായതുകൊണ്ട് ഈ ഉറക്കം സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ അവർ വിചാരിച്ച് ടാർഗറ്റിന് ഒന്നുമില്ലാതെ പൊക്കുന്നതോ ആളില്ലാതെ എന്തായിന്ന് അറിയാത്ത പോലത്തെ അവസ്ഥയെ ഉണ്ടാക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ ഒരു ദുരനുഭവം അന്ന് എനിക്ക് ആടെ പോയിട്ട് റൂമാക്കിയിട്ട് താമസിച്ച് നിന്നപ്പോൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഇതും വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കൂടെ എൻ്റെ കുഞ്ഞ്, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം മാത്രം നിന്നത്. അന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. രാത്രി ഏതാണ്ട് 2 മണി നേരത്ത്. എങ്ങനെയായിരുന്നു നിങ്ങൾ യാത്ര ചെയ്തത്? ബസ്സിലാണോ പോയത്, അല്ല വാഹനം എടുത്ത് പോയത്? യാത്ര ചെയ്തത് ബസ്സിലാണ്. യാത്ര ചെയ്തത്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്? ഏതാണ്ട് 2 മണിക്ക് രാത്രി. നിങ്ങൾ അത് ആ സമയത്ത് ഉണർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തായിരുന്നു ഇത് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു? എന്തൊക്കെയോ സംഭവിച്ചത് അങ്ങനെ. ഈ തട്ടിക്കൊണ്ടുപോവുക, അതായത് പ്രായപൂർത്തിയാത്ത ആൾക്കാരെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് വരുന്ന സംഘങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആര്യ,
ഇവരുടെ ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയുടെ അനുജത്തി, ഇവരാണ് ഇത്തരത്തിൽ ഇവിടെ പോയിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെയൊരു സംഘം ഇവിടെ എത്തുന്നതും വാതിൽ തട്ടുന്നതും. അത് നേരത്തെ പല ആളുകളും ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അനുഭവസ്ഥനായ ഒരാൾ തന്നെ ഇപ്പോൾ ന്യൂസ് 8 മുന്നിൽ വന്ന് ആ കാര്യങ്ങൾ വിവരിക്കുന്നു. അവർക്കിപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഒരു പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ രീതിയിലായിരിക്കും. അതിനൊരു പ്രത്യേക സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘങ്ങളെത്തി ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വനത്തിലും മറ്റും കൊണ്ടുപോയി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതായുള്ള ഏറ്റവും വലിയ തെളിവാണ് നമുക്കിപ്പോൾ ന്യൂസ് 8 ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്നാലും ഇന്നത്തെ പരിശോധന ആര്യ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമാണ്. 13ാമത്തെ പോയിന്റാണ്. ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കുമോ? SITയുടെ തീരുമാനം എന്താണ്? ഇതുവരെയുള്ള പരിശോധന പുരോഗതി എന്താണ്? അത്തരം കാര്യങ്ങൾ വിശദമാക്കുമോ? എത്രത്തോളം അവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ആ കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. അതിൽ ഇന്ന് നിർണായകമാണ്. ഇന്ന് ഉച്ചവരെ മാത്രമേ തെരച്ചിലുണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം SITയുടെ നീക്കം എന്താണ്? പുതിയ ഇടങ്ങളിൽ മാർക്ക് ചെയ്യുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഒരു വാർത്താ സമ്മേളനം, DGPയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനമായിരിക്കും. ഇതുവരെ ഉണ്ടായ അന്വേഷണ പുരോഗതികളൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ അറിയുമെന്നാണ്. അതായത് ബൈജു, ഈ ആദ്യഘട്ടത്തിൽ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തെയും പരിശോധന അത് ഇന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ സ്ഥലത്തേക്ക് ഇനി ഈ പരിശോധന വ്യാപിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്കിന്ന് കണ്ടറിയേണ്ടത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം 70ഓളം പോയിന്റുകൾ ഉണ്ടെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ 13 പോയിന്റ് മാത്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒരു പോയിന്റ് 14ാമത്തെ ഒരു പോയിന്റായി വനത്തിനകത്ത് പ്രത്യേക ഒരു സ്ഥലത്ത് നേരത്തെ മാർക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്ത് കൂടി പരിശോധന നടത്തി. അവിടെ നിന്നാണ് ഇത്തരത്തിൽ പൂർണ്ണമായ മനുഷ്യന്റെ അസ്ഥികൂടവും 60ഓളം അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് പരിശോധന ഫലം എത്തിയാൽ മാത്രമേ അതിന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. അതിൽ കൂടുതൽ ആളുകളുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന ഫോറൻസിക് പരിശോധനയിലാണ് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഇന്നത്തെ ദിവസം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമെന്ന് പറയേണ്ടി വരും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ 13ാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം മാർക്ക് ചെയ്ത എല്ലാ ഇടത്തെയും തെരച്ചിൽ ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചവരെയാണ് തെരച്ചിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം SIT മാധ്യമങ്ങളെ കാണുമോ, ഇതുവരെ ഉണ്ടായ ഒരു അന്വേഷണത്തിന് പുരോഗതി ബ്രീഫ് ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. അത് നമുക്ക് കണ്ടറിയണം. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അടക്കമുള്ള ഇനി വരാൻ പോകുന്ന എല്ലാ വിശദമായ വിവരങ്ങളും പുതിയ അപ്ഡേറ്റ്സും പ്രേക്ഷകരിലേക്ക് അപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും.